ഒരു വിദ്യാർത്ഥിയുടെ എഴുത്ത് ഒരു പ്രൊഫസറുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. സത്യം തേടിയുള്ള യാത്രയിൽ ഓരോ എപ്പിസോഡും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സമ്മാനിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് നോട്ട്സ് ഫ്രം ദ ലാസ്റ്റ് റോ. ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ പ്രൊഫസറായ ഹിയോ മുന്നോ തൻ്റെ വിദ്യാർത്ഥികളുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് റൈറ്റിംഗ് അസൈൻമെൻറ്റുകൾ പരിശോധിക്കുന്നതോടുകയാണ്. വിദ്യാർത്ഥികളുടെ എഴുത്തിൻ്റെ നിലവാരം വളരെ മോശമാണെന്ന് കണ്ട അദ്ദേഹം നിരാശനാകുകയും അടുത്ത ദിവസം അവ തിരികെ നൽകുകയും ചെയ്യുന്നു. ഇതിൽ ഒരു വിദ്യാർത്ഥിനി തൻ്റെ എഴുത്തിനെ പ്രൊഫസർ ട്രാഷ് എന്ന് വിളിച്ചതിൽ പ്രകോപിതയാകുന്നു. അവൾ പ്രൊഫസറിൻ്റെ പുറകെ നടന്ന് 30,000 വായനക്കാരുള്ള ഒരു ബ്ലോഗ് നടത്തുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് താനെന്നും അതുകൊണ്ട് എൻ്റെ എഴുത്തിനെ എന്തുകൊണ്ടാണ് ട്രാഷ് എന്ന് വിളിച്ചതെന്നും ആ പ്രൊഫസറിനോട് ചോദിക്കുന്നു. മുന്നോ അവളുടെ എഴുത്തിനെ കൂടുതൽ വിമർശിക്കുകയാണ് ഈ ടൈമിൽ ചെയ്യുന്നത്. ഈ സമയത്ത് ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികൾ പ്രൊഫസറായ മുന്നോ ഒരു പരാജയപ്പെട്ട നോവലിസ്റ്റാണെന്ന് തമ്മിൽ സംസാരിക്കുന്നു. അതേസമയം പിന്നെ കാണിക്കുന്നത് മുന്നോയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ പാർക്ക് ഹ്യൂങ് ജോങ് പ്രശസ്ത നോവലിസ്റ്റായ കിങ് സ്മ് ഹുൻ കോളേജിൽ നടക്കുന്ന പുസ്തകമേളയിൽ പങ്കെടുക്കുന്ന കാര്യം അറിയിക്കുന്നു. കിങ് സുഹുനുമായി വേദി പങ്കിടാൻ മുന്നോയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ടൈം പ്രൊഫസർ മുൻഹോ ഒരു ഫ്ലാഷ് ബാക്കാണ് ചിന്തിക്കുന്നത്. തൻ്റെ പുതിയ നോവലിന് ശുപാർശ എഴുതാൻ തൻ്റെ സുഹൃത്തായ മുന്നോനോട് അയാൾ അഭ്യർത്ഥിക്കുന്നതായി അതിൽ കാണിക്കുന്നു. എന്നാൽ സുഹുൻ മുന്നോയുടെ എഴുത്തിനെ നിസ്സാരമായി തള്ളിക്കളയുകയും ശുപാർശ എഴുതാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അത് മുന്നോയുടെ ആത്മവിശ്വാസം തകർക്കുന്നു. ഇനി കാണിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ മുൻഹോ ആലോചിക്കുന്നുണ്ട്, പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. പുസ്തക ചർച്ചയിൽ സുഹുൻ്റെ എഴുത്തിനെ വിമർശിക്കുന്ന ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ മുൻഹോ തയ്യാറാക്കുന്നു. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ക്ലാസ്സിൽ ഫോൺ ഉപയോഗിച്ചതിന് കിം സേ എൻ എന്ന വിദ്യാർത്ഥിയെ മുന്നോ ശാസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയായ ലീ കാങ് അധ്യാപകനെ ചോദ്യം ചെയ്യുകയും ദ സോറോസ് ഓഫ് യങ് വേർജർ എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ചയിൽ മുന്നോയെ തന്നെ വാക്കുകൾ കൊണ്ട് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ആ നോവലിനെ കുറിച്ച് ഇത്രയും കാര്യമായി സംസാരിക്കുന്ന ആ സ്റ്റുഡൻറ്റിനെ പ്രൊഫസറായ മുന്നോ ശ്രദ്ധിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ലീ കാങ്ങിൻ്റെ അസൈൻമെൻറ്റ് അദ്ദേഹം പ്രത്യേകം വായിക്കുന്നു. അതേസമയം തനിക്ക് വേണ്ടി സംസാരിച്ചതിന് നന്ദിയായി സേയുൺ ലീ കാങ്ങിനെ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. ഇതേ സമയം പ്രൊഫസർ ലീ കാങ്ങിൻ്റെ എഴുത്ത് വായിക്കുകയായിരുന്നു. ലീ കാങ്ങിൻ്റെ എഴുത്തിൽ അവൻ്റെ കൂട്ടുകാരനായ സേയുൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ആകർഷണം എങ്ങനെ ആരംഭിച്ചുവെന്ന് മുന്നോ മനസ്സിലാക്കുന്നു. സേയുനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരേ കോഴ്സുകളിൽ ചേർന്നതും പിന്നീട് കോഡിംഗ് പഠിപ്പിച്ചതും അതുവഴി സേയുൻ്റെ വീട്ടിലേക്ക് ലീ കാങ് ക്ഷണിക്കപ്പെട്ടതുമെല്ലാം ആ എഴുത്തുകളിൽ ഉണ്ടായിരുന്നു. പതിയെ സേയുൻ്റെ സമ്പന്നമായ കുടുംബജീവിതത്തോട് ലീ കാങ്ങിന് അസൂയ തോന്നി തുടങ്ങുന്നതായി ആ എഴുത്തുകളിൽ കാണുന്നു. തൻ്റെ മനസ്സിൽ സേയുൻ്റെ സ്ഥാനത്ത് ലീ കാങ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ലീ കാങ് ആഗ്രഹിക്കുന്നതായി ആ എഴുത്തുകളിൽ പ്രകടമാകുന്നുണ്ട്. ലീ കാങ്ങിൻ്റെ എഴുത്ത് പ്രൊഫസറായ മുന്നോ തൻ്റെ ഭാര്യയായ ജോ ഹ്യൂൺ സുക്ക് എന്ന സൈക്കോ തെറാപ്പിസ്റ്റിനെ കാണിക്കുന്നു. ലീ കാങ്ങിൻ്റെ മനസ്സിൽ അസൂയയാണുള്ളതെന്നും നേരിട്ട് പറയാൻ കഴിയാത്ത വികാരങ്ങൾ എഴുത്തിലൂടെ പുറത്തു വരികയാണെന്നും അവൾ വിശകലനം ചെയ്യുന്നു. കാങ്ങിനെ ശിഷ്യനാക്കുന്നതിന് മുൻപ് മുന്നോ അത് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കേണ്ടതെന്നും അയാളുടെ ഭാര്യ ജോ ഹ്യൂൺ സുക്ക് അയാൾക്കൊരു വാണിംഗും കൊടുക്കുന്നു. അടുത്ത ദിവസം പ്രൊഫസർ മുൻഹോ കാങ്ങിനോട് സ്വകാര്യമായി സംസാരിക്കുന്നു. അവൻ്റെ വികാരങ്ങൾ എഴുത്തിലൂടെ പ്രകടിപ്പിക്കാൻ സഹായിക്കാമെന്നും അവന് അധിക ക്ലാസ്സുകൾ എടുക്കാമെന്നും പറയുന്നു. എന്നാൽ ലീ കാങ് തനിക്ക് പാർട്ട് ടൈം ജോലികൾ ഉള്ളതിനാൽ സമയം കണ്ടെത്താൻ കഴിയില്ലെന്ന് പ്രൊഫസറിനോട് പറയുന്നു. അതിനാൽ കാങ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. കാങ്ങിൻ്റെ പാർട്ട് ടൈം ജോലിയുടെ ശമ്പളത്തിന് തുല്യമായ തുക താൻ നൽകാമെന്ന് മുന്നോ വാഗ്ദാനം ചെയ്യുന്നു. ഒടുവിൽ കാങ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ സമ്മതിക്കുന്നു. പ്രൊഫസർ മുന്നോയുടെ വീട്ടിൽ വെച്ച് ഇരുവരും എഴുത്ത് സെക്ഷനുകൾ ആരംഭിക്കുന്നു. സേയുൻ്റെ വീട്ടിലും കോളേജിലുമുണ്ടായ അനുഭവങ്ങളെ അതിൻ്റെ അടിസ്ഥാനമാക്കി പുതിയ കഥകൾ ലീ കാങ് എഴുതിക്കൊണ്ടുവരുന്നു. കാങ്ങിൻ്റെ കഴിവിൽ മുന്നോ ആകൃഷ്ടനാകുന്നു. ആദ്യ സെക്ഷനിൽ സേയുവിൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം കാരണം ഇനി അവിടെ പോകാൻ കഴിയില്ലെന്ന് ലീ കാങ് പ്രൊഫസറോട് പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ സേയുവിൻ്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിക്കായി ലീ കാങ് എത്തുന്നു. അവിടെ കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞ് ബാത്റൂം അന്വേഷിക്കുന്നതിനിടെ കാങ് വീട്ടിനുള്ളിൽ ചുറ്റി നടക്കുകയും സേയുവിൻ്റെ മാതാപിതാക്കളുടെ മുറിയിൽ കടക്കുകയും ചെയ്യുന്നു. അവിടെ സേയുവിൻ്റെ അമ്മ യൂൺജുയുടെ അലമാര തുറന്ന് സ്വകാര്യ വസ്ത്രങ്ങൾ നോക്കുന്നതിനിടെ യൂൺജു അവനെ
പിടികൂടുന്നു. അന്ന് രാത്രി ഭക്ഷണ സമയത്ത് സേയുവിൻ്റെ മാതാപിതാക്കൾ ലീ കാങ്ങിനെ പ്രശംസിക്കുന്നു. എന്നാൽ പിന്നീട് യുൻജു തൻ്റെ ഭർത്താവിനോട് കാങ്ങിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അതുമാത്രമല്ല അവനെ തൻ്റെ മുറിയിൽ നിന്ന് താൻ കണ്ടു എന്നും പറയുന്നു. ഇനി ഈ വീട്ടിലേക്ക് വരാൻ ലീ കാങ്ങിനെ അനുവദിക്കരുതെന്നും യുൻജു തൻ്റെ ഭർത്താവിനോട് പറയുന്നു. എന്നാൽ സേയുവിൻ്റെ അച്ഛൻ ലീ കാങ്ങിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രസന്റ് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ വരാനിരിക്കുന്ന കോഡിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലഭിച്ചാൽ മാത്രമേ തനിക്ക് സേയുവിനെ ട്യൂഷൻ തുടരാൻ കഴിയൂ എന്ന് ലീ കാങ് പ്രൊഫസർ മുന്നോയോട് പറയുന്നു. ആ ചോദ്യപേപ്പർ പാർക്ക് ഹ്യോങ് ജോങ്ങിൻ്റെ കമ്പ്യൂട്ടറിൽ ലഭ്യമാണെന്ന് മുന്നോ തിരിച്ചറിയുന്നു. അപ്പോൾ ഹ്യുങ് ജോങ്ങുമായി സൗഹൃദമുള്ള മുന്നോയുടെ ശ്രദ്ധ നേടാനാണ് ലീ കാങ് ക്ലാസ്സിൽ തന്നെ അപമാനിച്ചതെന്ന് പ്രൊഫസർ മുന്നോ മനസ്സിലാക്കുന്നു. ദേഷ്യപ്പെട്ട അദ്ദേഹം കാങ്ങിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അതിന് പ്രതികാരമായി ലീ കാങ് അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നത് നിർത്തുന്നു. കാരണം ചോദിച്ചപ്പോൾ ഇനി എഴുതാനൊന്നുമില്ല എന്നായിരുന്നു ലീ കാങ്ങിൻ്റെ മറുപടി. ഇതിനിടെ പുസ്തകമേളയിൽ മുന്നോയും കിം സുഹുനും വേദി പങ്കിടുന്നു. ഒരു വിദ്യാർത്ഥി അയച്ച ചോദ്യമാണെന്ന് പറഞ്ഞ് പ്രൊഫസർ മുന്നോ സുഹുവിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സുഹുൻ അതിന് വളരെ സമചിത്തതയോടെ മറുപടി നൽകുകയും ഒടുവിൽ മുന്നോ തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ അപമാനിതനാകുന്നത്. ശേഷം നടക്കുന്ന അത്താഴ വിരുന്നിൽ അധ്യാപകരെല്ലാം സുഹുവിൻ്റെ എഴുത്തിനെയും അദ്ദേഹത്തിൻ്റെ മകളുടെ സാഹിത്യ വിജയങ്ങളെയും പ്രശംസിക്കുന്നു. നിശബ്ദനായി ഇരുന്ന മുന്നോ പുറത്തേക്ക് പോയി പുകവലിക്കാൻ നിൽക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന ലീ കാങ്ങിനെ അദ്ദേഹം കാണുന്നു. കാങ് മുന്നോയോട് താൻ ഒരു എഴുത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രൊഫസർ മുന്നോയുടെ മനസ്സിൽ ഒരു സ്വപ്നം വിരിയുന്നു. ഭാവിയിൽ ലീ കാങ് ഒരു സാഹിത്യ അരങ്ങേറ്റ പുരസ്കാരം നേടുകയും ആ പുരസ്കാരം തൻ്റെ ഗുരുവായ പ്രൊഫസർ മുന്നോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം സങ്കല്പിക്കുന്നു. ആ സ്വപ്നത്തിൻ്റെ പ്രേരണയിൽ ലീ കാങ്ങിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കാൻ മുന്നോ തീരുമാനിക്കുന്നു. അതിനായി പാർക്ക് ഹ്യോങ് ജോങ്ങിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന കോഡിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മോഷ്ടിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. അടുത്ത ദിവസം മുന്നോ ഹ്യോങ് ജോങ്ങിനോട് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കാൻ സഹായം ചോദിക്കുന്നു. ഹ്യോങ് ജോങ് തൻ്റെ കമ്പ്യൂട്ടർ അൺലോക്ക് ചെയ്തതു മാത്രം മുന്നോ പെട്ടെന്ന് ഹൃദയാഘാതം വന്നതുപോലെ അഭിനയിക്കുന്നു. തൻ്റെ മരുന്ന് കാറിലുണ്ടെന്നും അത് ഉടൻ കൊണ്ടുവരണമെന്നും പറഞ്ഞതോടെ ആശങ്കപ്പെട്ട ഹ്യോങ് ജോങ് കാറിലേക്ക് ഓടിപ്പോകുന്നു. ആ സമയം മുന്നോ കമ്പ്യൂട്ടറിൽ കോഡിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടെത്തി അതിൻ്റെ ഒരു പകർപ്പ് എടുക്കുന്നു. എല്ലാം തീർന്ന ഉടൻ തന്നെ ഹ്യോങ് ജോങ് മരുന്നുമായി തിരികെ എത്തുന്നു. അതിനാൽ സംശയമൊന്നും തോന്നാതെ മുന്നോ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ചോദ്യപേപ്പർ കൈവശം കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് ഓടിച്ചെന്ന ശേഷം സന്തോഷത്തോടെ ചിരിക്കുന്നു. ഇവിടെയാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് ആരംഭിക്കുന്നത് കോഡിംഗ് മത്സരത്തിൻ്റെ ഫലം പരിശോധിക്കുന്ന പ്രൊഫസർ മുന്നോട് കാണിച്ചുകൊണ്ടാണ്. ലീ കാങ്ങും സേയുനും 2ാം സ്ഥാനം നേടിയതായി കണ്ട മുന്നോ അത്ഭുതപ്പെട്ടു. ചോദ്യപേപ്പർ മോഷ്ടിച്ച് സഹായിച്ചിട്ടും 1ാം സ്ഥാനം നിങ്ങൾ എന്തുകൊണ്ട് നേടിയില്ല എന്ന് ലീ കാങ്ങിനോട് ചോദിച്ചപ്പോൾ അർഹതയുള്ള മറ്റൊരു വിദ്യാർത്ഥി ജോഡിയുടെ വിജയം തട്ടിയെടുക്കാൻ തനിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്നാണ് ലീ കാങ് പ്രൊഫസറിനോട് പറയുന്നത്. ലീ കാങ് അന്ന് തൻ്റെ ഫ്രണ്ടായ സേയുവിൻ്റെ വീട്ടിൽ രാത്രി ഭക്ഷണത്തിന് ക്ഷണം ലഭിച്ചതായി പറയുന്നു. അടുത്ത ക്ലാസ്സിന് മുമ്പ് അസൈൻമെൻറ്റ് സമർപ്പിക്കണമെന്നും ചോദ്യപേപ്പർ മോഷ്ടിച്ച കാര്യം രഹസ്യമായി സൂക്ഷിക്കണമെന്നും പ്രൊഫസർ മുന്നോ ലീ കാങ്ങിനെ ഓർമ്മിപ്പിക്കുന്നു. ആഴ്ച കടന്നു പോകുമ്പോൾ പ്രൊഫസർ മുന്നോ ലീ കാങ്ങിൻ്റെ അസൈൻമെൻറ്റ് വായിക്കുന്നു. അതിൽ സേയുവിൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച അനുഭവമാണ് ലീ കാങ് എഴുതുന്നത്. ഭക്ഷണത്തിനിടെ സേയുവിൻ്റെ അമ്മ യുൻജു ലീ കാങ്ങിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്കിലൂടെ 8 വയസ്സുള്ളപ്പോൾ അമ്മ തങ്ങളെ ഉപേക്ഷിച്ചതായും പിന്നീട് അച്ഛൻ അപകടത്തിൽപ്പെട്ട് മദ്യാസക്തനായതായും ഒടുവിൽ ഡിമെൻഷ്യ ബാധിച്ചതായും ലീ കാങ് പറയുന്നു. അച്ഛൻ്റെ നഴ്സിംഗ് ഹോം ചെലവ് താനാണ് വഹിക്കുന്നതെന്നും കോളേജിൽ പ്രവേശിക്കാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തതായും അവൻ വിവരിക്കുന്നു. എന്നാൽ തൻ്റെ ഉള്ളിലെ ചിന്തകളിൽ കിം കുടുംബത്തിൻ്റെ സഹതാപം നേടാനാണ് ഈ കഥകൾ പറയുന്നതെന്ന് ലീ കാങ് അവൻ എഴുതിയ അസൈൻമെൻറ്റിലൂടെ സമ്മതിക്കുന്നു. കിം കുടുംബം ലീ കാങ്ങിനോട് കരുണ കാണിക്കുകയും എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. സേയുവിൻ്റെ നല്ല മനസ്സിനെയും മാതാപിതാക്കളുടെ വളർത്തലിനെയും ലീ കാങ് പ്രശംസിച്ചതോടെ അവർ കൂടുതൽ വികാരാധീനരാകുന്നു. പിന്നീട് കാങ് അവരുടെ വീട്ടിലെ സ്ഥിരം അതിഥിയായി മാറുന്നു. കിം കുടുംബത്തോട് അടുക്കാൻ സഹായിച്ചതിന് ലീ കാങ് പ്രൊഫസർ മുന്നോയ്ക്ക് നന്ദി പറയുന്നു. ഇത് വായിച്ച മുന്നോയ്ക്ക് ലീ കാങ്ങിനെ കുറിച്ച് ആശങ്ക തോന്നുന്നു. അതേസമയം മുന്നോയുടെ ഭാര്യ ഹ്യൂൻസുക് ലീ കാങ്ങിൻ്റെ രചന വായിക്കുന്നു. അതിൽ ചോദ്യപേപ്പർ മോഷ്ടിച്ചതിൽ മുന്നോയും പങ്കാളിയാണെന്ന് മനസ്സിലാക്കി ഞെട്ടുന്നു. ഇതേസമയം തൻ്റെ റൂമിൽ അനുവാദമില്ലാതെ തൻ്റെ ഭാര്യയായ ഹ്യൂൻസുക് കയറിയതിന് മുന്നോ
അവളെ ശകാരിക്കുകയും ഇരുവരും വഴക്കിടുകയും ചെയ്യുന്നു. ശേഷം പ്രൊഫസർ മുന്നോ സത്യം തുറന്ന് സമ്മതിക്കുന്നു. ചോദ്യപേപ്പർ മോഷ്ടിക്കുമ്പോൾ തനിക്ക് വിചിത്രമായ ഒരു ആവേശം തോന്നിയിരുന്നുവെന്നും പറയുന്നു. ഹ്യൂൻസുക് വർഷങ്ങളായി അകന്നു കിടന്നിരുന്ന ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും ഒരേ കിടക്കിൽ ഉറങ്ങാമെന്ന് നിർദ്ദേശിക്കുന്നു. കുട്ടിയുണ്ടാകാൻ ശ്രമം അവസാനിപ്പിച്ചതിന് ശേഷം 13 വർഷമായി അവർ ഒരുമിച്ചുറങ്ങിയിട്ടില്ലെന്ന് ഇരുവരും ഓർക്കുന്നു. അടുത്ത ദിവസം ഹ്യൂൻസുക് ലീ ക്യാങ്ങുമായുള്ള ട്യൂഷൻ സെക്ഷനിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിക്കുന്നു. ലീ ക്യാങ്ങിൻ്റെ കുടുംബ പശ്ചാത്തലത്തോട് അവൾ സഹതാപം പ്രകടിപ്പിക്കുന്നു. സംഭാഷണത്തിനിടെ ക്യാങ് മുന്നോയുടെ ആദ്യ നോവലിനെ കുറിച്ച് ചോദിക്കുന്നു. അതിലെ കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിലെ ഒരാളെ ആസ്പദമാക്കിയാണോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു സ്ത്രീയോടുള്ള വികാരങ്ങളെ അടിസ്ഥാനമാക്കി അവൾക്ക് 12 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ സൃഷ്ടിച്ചാണ് നോവൽ എഴുതിയതെന്ന് പ്രൊഫസർ മുന്നോ പറയുന്നു. അതിനപ്പുറം ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. സേയുവിൻ്റെ സഹോദരി ജിയോഹോ കോളേജിലേക്ക് പോകുന്നതിനാൽ അവളുടെ മുറിയിൽ താമസിക്കാൻ കിം കുടുംബം തന്നെ ക്ഷണിച്ചുവെന്ന് ലീ ക്യാങ് പ്രൊഫസറിനോട് പറയുന്നു. സത്യസന്ധനായ വിദ്യാർത്ഥിയെ സഹായിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സേയുവിൻ്റെ അച്ഛൻ പറഞ്ഞതായും പറയുന്നു. ഇത് കേട്ട് പ്രൊഫസർ മുന്നോ അസ്വസ്ഥനാകുന്നു. കിം കുടുംബത്തെ അമിതമായി ആദർശവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം ക്യാങ്ങിനോട് പറയുന്നു. സേയുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ബന്ധം ആഴത്തിൽ നിരീക്ഷിച്ച് അവരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ ലീ ക്യാങ്ങിനോട് പ്രൊഫസർ മുന്നോ ഉപദേശിക്കുന്നു. പ്രൊഫസർ മുന്നോയുടെ ഭാര്യ ഹ്യൂൻസുക് ലീ ക്യാങ് സേയുവിൻ്റെ അച്ഛനെ മാതൃകയാകുന്നതിലാണോ മുന്നോയ്ക്ക് അസൂയ എന്ന് ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം അത് നിഷേധിക്കുന്നു. കുടുംബസ്നേഹമോ പിന്തുണയോ ഇല്ലാത്ത ലീ ക്യാങ് അപകടകാരിയാകാമെന്ന് ഹ്യൂൻസുക് പ്രൊഫസർ മുന്നോയെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് രാത്രി മുന്നോ ഒരു ഭയാനക സ്വപ്നം കാണുന്നു. അതിൽ ലീ ക്യാങ് കിം കുടുംബത്തെ കൊലപ്പെടുത്തുന്നതാണ് കാണുന്നത്. എങ്കിലും അദ്ദേഹം അത് അവഗണിച്ച് ക്യാങ്ങിൻ്റെ രചന വായിച്ചുകൊണ്ടിരിക്കുന്നു. കിം കുടുംബത്തോടൊപ്പം താമസം തുടങ്ങിയതോടെ ആദ്യമായി ഒരു യഥാർത്ഥ കുടുംബം ലഭിച്ചതുപോലെയാണ് തോന്നുന്നതെന്ന് ലീ ക്യാങ് എഴുതുന്നു. എന്നാൽ വീട്ടുജോലിക്കാരി മിൻഹുയ് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി മാറുന്നുവെന്നും പറയുന്നു. ഒരു ദിവസം യൂൻജു മിൻഹുയ് പുകവലിക്കുന്നത് കണ്ട് ശകാരിക്കുന്നു. സമാന പശ്ചാത്തലത്തിൽ നിന്നെത്തിയിട്ടും ലീ ക്യാങ്ങിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നതിൽ മിൻഹുയ്ക്ക് അസൂയ തോന്നുന്നു. തുടർന്ന് ലീ ക്യാങ് യൂൻജുവും സേയുവിൻ്റെ അച്ഛനും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും അവർ തമ്മിലുള്ള അടുപ്പമുള്ള നിമിഷങ്ങൾ വരെ രഹസ്യമായി നിരീക്ഷിച്ച് തൻ്റെ എഴുത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പ്രൊഫസർ മുന്നോയെ പ്രകോപിപ്പിക്കുന്നു. വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടരുതെന്ന് അദ്ദേഹം ക്യാങ്ങിനെ ശാസിക്കുന്നു. ലീ ക്യാങ് തിരിച്ചും മുന്നോയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഭാര്യയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നും ചോദിച്ചതോടെ അന്തരീക്ഷം അസ്വസ്ഥമാകുന്നു. പിന്നീട് ലീ ക്യാങ് പ്രൊഫസർ മുന്നോയുടെ ഭാര്യയായ ഹ്യൂൻസുക്കിനോട് മുന്നോയുടെ ആദ്യ നോവലിന് പ്രചോദനമായ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കേട്ട ഹ്യൂൻസുക്ക് നോവൽ മുന്നോയുടെ ആദ്യ പ്രണയത്തെ അടിസ്ഥാനമാക്കിയതാണോ എന്ന് സംശയിക്കുന്നു. ഇതോടെ ദമ്പതികൾക്കിടയിൽ വീണ്ടും അകൽച്ച ഉണ്ടാകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യൂൻജുവിൻ്റെ വിലപിടിപ്പുള്ള സ്കാർഫ് മിൻഹുയുടെ ബാഗിൽ ഒളിപ്പിച്ച് അവളെ കുടുക്കിയതായി ലീ ക്യാങ് തൻ്റെ രചനയിൽ വെളിപ്പെടുത്തുന്നു. മോഷണക്കുറ്റം ചുമത്തി മിൻഹുയെ ജോലി നഷ്ടപ്പെടുത്താൻ ഇത് കാരണമാകുന്നു. എന്നാൽ പിന്നീട് സേയുവിൻ്റെ അച്ഛന് മിൻഹുയുമായി രഹസ്യബന്ധമുണ്ടെന്ന് ക്യാങ് എഴുതുന്നു. മുന്നോ അത് വിശ്വസിക്കുന്നില്ല. കിം കുടുംബത്തെയും പ്രത്യേകിച്ച് സേയുവിൻ്റെ അച്ഛനെയും അപകീർത്തിപ്പെടുത്താനാണ് ലീ ക്യാങ് കള്ളക്കഥകൾ എഴുതുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആ രാത്രി ലീ ക്യാങ് യഥാർത്ഥത്തിൽ അപകടകാരിയാണെന്ന് മുന്നോ ഭാര്യയോട് പറയുന്നു. എന്നാൽ ഹ്യൂൻസുക്ക് അതിനെ അംഗീകരിക്കുന്നില്ല. ലീ ക്യാങ് നല്ല മനുഷ്യനാണെന്നാണ് അവളുടെ വിശ്വാസം. അർദ്ധരാത്രിയിൽ ലീ ക്യാങ് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് മുന്നോയെ വിളിക്കുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് കള്ളം പറഞ്ഞതെന്ന് ലീ ക്യാങ് സമ്മതിക്കുന്നു. സേയുവിൻ്റെ അച്ഛനെ ദിവസങ്ങളായി പിന്തുടരുകയാണെന്നും അദ്ദേഹം മിൻഹുയുമായി ഒരു ഹോട്ടലിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുകയാണെന്നും ക്യാങ് പറയുന്നു. മുന്നോ അത് വിശ്വസിക്കാതെ മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ മിൻഹുയ് റോഡ് അപകടത്തിൽപ്പെടുകയും വലിയ ബഹളം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോഴാണ് ക്യാങ് ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നത്. സേയുവിൻ്റെ അച്ഛൻ മറ്റാരുമല്ല, മുന്നോയുടെ കടുത്ത സാഹിത്യ എതിരാളിയായ പ്രശസ്ത നോവലിസ്റ്റ് കിം സുഹുനാണ്. താൻ ഇത്രയും നാൾ വായിച്ചുകൊണ്ടിരുന്ന ക്യാങ്ങിൻ്റെ കഥകളെല്ലാം കിം സുഹുവിൻ്റെ കുടുംബത്തിലെ രഹസ്യങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോ ഞെട്ടിപ്പോകുന്നു. ഇവിടെയാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് അപകടത്തിന് ശേഷം മിൻഹുയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തോടെയാണ്. അതേസമയം അവളെ സഹായിക്കാതെ അകലെ നിന്ന് എല്ലാം നോക്കി നിൽക്കുന്ന സുഹൂനിനെ മുന്നോ ശ്രദ്ധിക്കുന്നു. മുന്നോ ലീ ക്യാങ്ങിനെ കിം കുടുംബത്തിൻ്റെ വീട്ടിൽ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു.
സൂഹുനിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതിന് ലീ ക്യാങ് ക്ഷമ ചോദിക്കുകയും വീട്ടിലെത്തിച്ചതിന് മുന്നോയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നാൽ സൂഹുൻ സേയൂനിൻ്റെ അച്ഛനാണെന്ന കാര്യം തന്നോട് മറച്ചു വെച്ചതിനെക്കുറിച്ച് മുന്നോ ക്യാങ്ങിനോട് ചോദ്യം ചെയ്യുന്നു. സൂഹുൻ പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണെന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അത് മുന്നോയെ ഇത്രയും ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ലീ ക്യാങ് പറയുന്നു. വീട്ടിലെത്തിയ മുന്നോ ക്യാങ്ങിൻ്റെ കഥകൾ വീണ്ടും വായിക്കുന്നു. ഇപ്പോൾ ആ കഥകളിലെ കഥാപാത്രങ്ങളായി സൂഹുനിനെ സേയൂനിൻ്റെ അച്ഛനായും യൂൺജുവിനെ അമ്മയായും അവൻ മനസ്സിൽ കാണുന്നു. തുടർന്ന് കോളേജ് കാലത്തെ ഒരു ഓർമ്മ വരുന്നു. മുന്നോയുടെ ആദ്യ പ്രണയമായ യുൺജുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ പോലും കഴിയാതിരുന്ന കാലം. അന്ന് യുൺജുവും സൂഹുനും പ്രണയത്തിലായിരുന്നുവെന്ന് അവൻ ഓർക്കുന്നു. വർത്തമാനത്തിലേക്ക് മടങ്ങിയെത്തിയ മുന്നോ സൂഹുനും യൂൺജുവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള ഭാഗം വായിച്ചപ്പോൾ കരഞ്ഞു തുടങ്ങുന്നു. യൂൺജുവിനെ വഞ്ചിച്ച സൂഹിനിനോട് അവന് കടുത്ത വെറുപ്പ് തോന്നുന്നു. അടുത്ത ക്ലാസ്സിൽ അവസാന ബെഞ്ചിൽ വിഷാദത്തോടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ലീ ക്യാങ്ങിനെ മുന്നോ കാണുന്നു. മിൻഹൂയിയുടെ അപകടത്തിന് ശേഷം കിം കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് പറയാൻ അദ്ദേഹം ലീ ക്യാങ്ങിനോട് ആവശ്യപ്പെടുന്നു. ലീ ക്യാങ് ഞെട്ടിക്കുന്ന വാർത്ത പറയുന്നു. മിൻഹൂയി മരിച്ചിരിക്കുന്നു. സൂഹൂൻ ഒരിക്കലും തൻ്റെ സുഹൃത്തായിരുന്നില്ലെന്ന് മുൻഹോ പറയുന്നു. മിൻഹൂയിയുടെ മരണം തന്നെ മാനസികമായി തകർത്തുവെന്നും ഇനി കുറച്ചു കാലം എഴുതാതിരിക്കാമെന്നും പറഞ്ഞ് ലീ ക്യാങ് തൻ്റെ പുതിയ കൈയെഴുത്തു പ്രതി മുന്നോയ്ക്ക് നൽകുന്നു. അതിൽ സൂഹൂൻ അപകടത്തെക്കുറിച്ച് യാതൊരു വികാരവുമില്ലാതെ പെരുമാറുന്നതും വീട്ടുജോലിക്കാരി ജോലിക്ക് വരാത്തതിൽ യൂൺജു ആശങ്കപ്പെടുന്നതും വിവരിക്കുന്നു. പിന്നാലെ പോലീസിൽ നിന്ന് ഫോൺ വരികയും മിൻഹൂയി മരിച്ചെന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നു. വാർത്ത കേട്ട സേയുൻ ഞെട്ടി ബോധം കെട്ടു വീഴുന്നു. യൂൺജു മകനെ ശുശ്രൂഷിക്കുമ്പോൾ സൂഹുൻ അവനെ വളരെ സെൻസിറ്റീവാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പിന്നീട് ലീ ക്യാങ് ഒളിഞ്ഞു നിന്ന് ദമ്പതികളുടെ സംഭാഷണം കേൾക്കുന്നു. മിൻഹൂയുടെ മരണത്തിന് താനാണ് കാരണമെന്ന് യൂൺജു കുറ്റബോധത്തിൽ കഴിയുമ്പോൾ സൂഹുൻ അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചെങ്കിലും ഉള്ളിൽ സന്തോഷിക്കുന്നത് പോലെ ഒരു ദുഷ്ടപുഞ്ചിരിച്ചിരിക്കുന്നു. ഈ കഥ വായിച്ച മുന്നോ ക്യാങ്ങിൻ്റെ ജോലിസ്ഥലത്തെത്തി കഥയുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ കഥയെ ബാധിക്കില്ലെന്നും തൻ്റെ മുൻവിധികൾ മാറ്റിവെച്ച് ലീ ക്യാങ്ങിനെ സഹായിക്കാമെന്നും മുന്നോ ഉറപ്പു നൽകുന്നു. സൂഹുനോട് തൻ്റെ തിരിച്ചറിയൽ രഹസ്യമാക്കി വയ്ക്കാനും ലീ ക്യാങ്ങിനോട് ആവശ്യപ്പെടുന്നു. സൂഹുൻ ശരിക്കും മിൻഹൂയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരാൻ പ്രൊഫസർ മുന്നോ ലീ ക്യാങ്ങിനെ പ്രേരിപ്പിക്കുന്നു. ഹോട്ടലിൽ ചോദ്യം ചെയ്യലിന് കൂടെ വരാൻ ലീ ക്യാങ് ക്ഷണിച്ചെങ്കിലും മറ്റൊരു പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് മുന്നോ ഒഴിഞ്ഞു മാറുന്നു. ഭാര്യ ഹുൻസുക്കിനൊപ്പം സിനിമയ്ക്ക് പോയിട്ടും ലീ ക്യാങ്ങിൻ്റെ സന്ദേശത്തിനായി അദ്ദേഹം നിരന്തരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഹ്യൂൻസുക്കും മുന്നോയും ഹ്യൂങ് ജോങ്ങും ഭാര്യയും കൂടെ അത്താഴത്തിന് പോകുന്നു. മുന്നോയുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലാണെന്ന് കണ്ട ഹ്യൂങ് ജോങ്ങിൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് ഹ്യൂൻസുക്കിനെ അവഗണിച്ച സംഭവത്തെക്കുറിച്ച് തമാശയായി പറയുകയും ചെയ്യുന്നു. അതിനിടെ ലീ ക്യാങ്ങിൻ്റെ സന്ദേശം വന്നതോടെ മുന്നോ ബാത്റൂമിലേക്ക് പോയി പുതിയ കൈയെഴുത്തു പ്രതി വായിക്കുന്നു. അതിൽ ലീ ക്യാങ് ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തതും ജേസിക് എന്ന ജീവനക്കാരനെ കണ്ടുമുട്ടിയതുമാണ് വിവരിക്കുന്നത്. ജേസിക് പറയുന്നതനുസരിച്ച് സൂഹൂൻ പലതവണ തൻ്റെ കാമുകിയായ മിൻഹൂയോടൊപ്പം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഒരു തവണ അവരുടെ മുറിയിൽ സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രം കണ്ടതായും അദ്ദേഹം പറയുന്നു. അതേസമയം സൂഹൂൻ ആ അത്താഴ വിരുന്നിലെത്തുന്നു. പുസ്തകമേളയെക്കുറിച്ച് ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് ഹ്യൂൻസുക്ക് അതിശയിക്കുന്നു. സൂഹൂൻ യൂൺജുവിനെ കുറിച്ച് സംസാരിക്കുകയും അവർ ഇന്നും മുന്നോയെക്കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും പറയുന്നു. തൻ്റെ മകനായ സേനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുന്നോ അറിയാത്തതുപോലെ അഭിനയിക്കുന്നു. സൂഹൂൻ ഇപ്പോൾ പല നോവലുകളിലും ഒരേ സമയം ജോലി ചെയ്യുകയാണെന്ന് പറയുന്നു. അത് കേട്ട് മുന്നോ പുതിയ കഥകൾ എങ്ങനെ ആലോചിക്കുന്നു എന്നതിനെക്കുറിച്ച് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെയുള്ള അസ്വസ്ഥത മനസ്സിലാക്കിയ ഹ്യൂൻസുക് മുന്നോയ്ക്ക് തൻ്റെ രണ്ടാമത്തെ നോവലിനായി ഇതുവരെ ഒരു ആശയവും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു പോകുന്നു. ആ രാത്രി വീട്ടിലെത്തിയ മുന്നോ എല്ലാവരുടെയും മുന്നിൽ തന്നെ അപമാനപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഹ്യൂൻസുക്കിനോട് ദേഷ്യപ്പെടുന്നു. സൂഹുൻ ഒരു മോശം മനുഷ്യനാണെന്നും അവനെ താൻ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ലെന്നും മുന്നോ മറുപടി പറയുന്നു. ശേഷം ലീ ക്യാങ്ങിൻ്റെ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപകടം നടന്ന രാത്രിയിൽ മിൻഹൂയും സൂഹുനും തമ്മിൽ കടുത്ത തർക്കമുണ്ടായിരുന്നുവെന്ന് ജേസിക് പറഞ്ഞതായി അറിയുന്നു. അതിനു പുറമെ ലീ ക്യാങ്ങിൻ്റെ പ്രായമുള്ള ഒരു യുവാവ് ഹോട്ടലിൽ വന്ന് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നും മിൻഹൂയി കൊല ചെയ്യപ്പെട്ടതാണോ എന്ന് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവെന്നും ജേസിക് വെളിപ്പെടുത്തുന്നു. ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കെ മുന്നോ ഉറങ്ങിപ്പോകുന്നു. ഭയാനകമായ സ്വപ്നം കണ്ടുണർന്ന അദ്ദേഹം അർദ്ധരാത്രിയിൽ ലീ ക്യാങ്ങിനെ വിളിച്ച് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ ബാലനെ കണ്ടെത്താൻ പറയുന്നു. എന്നാൽ ലീ ക്യാങ് ശാന്തമായി മറുപടി പറയുന്നു, ആ യുവാവ് ആരാണെന്ന് എനിക്കറിയാം. അതേസമയം
സേയൂൺ തൻ്റെ മുറിയിൽ സൂഹുവിനിൻ്റെ എല്ലാ നോവലുകളും കീറിക്കളയുന്നു. തുടർന്ന് തൻ്റെ സഹോദരിയായ ജിയോ ഹൂവിനെ വിളിച്ച് അച്ഛൻ ഒരാളെ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് 4 ആരംഭിക്കുന്നത് ലീ കാങ് മുന്നയോട് തനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നതോടുകൂടിയാണ്. ജേസിക്കിനോട് സംസാരിച്ച ആൺകുട്ടി സേയൂൺ തന്നെയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ പ്രൊഫസർ മുന്നോ തെളിവ് ചോദിക്കുമ്പോൾ സേയൂൻ്റെ മുറിവിൽ കീറിക്കളഞ്ഞ നോവലുകൾ കണ്ടതായും അപകടത്തിന് ശേഷം സേയൂൻ മുറിയിൽ നിന്ന് പുറത്തു വരാനോ പഠിക്കാനോ തയ്യാറാകുന്നില്ലെന്നും ക്യാങ് പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ ലീ കാങ് യൂൻജുവിനോടും സൂഹുവിനോടും സേയൂൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയാണെന്ന് അറിയിക്കുന്നു. മിൻഹുയുടെ മരണത്തെക്കുറിച്ചുള്ള മാനസിക സമ്മർദ്ദമായിരിക്കാമെന്ന് യൂൻജു കരുതുന്നു. എന്നാൽ സൂഹുൻ ബലമായി സേയൂനെ ഭക്ഷണമേശയിലേക്ക് കൊണ്ടുവരുന്നു. ഭക്ഷണത്തിനിടെ യൂൻജു മിൻഹുയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സേയൂൻ അസ്വസ്ഥനാകുന്നു. മരിച്ച വീട്ടുജോലിക്കാരിയെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ് സൂഹുൻ യൂൻജുവിനെ ശകാരിക്കുന്നു. മിൻഹുയിക്ക് കുടുംബമില്ലാത്തതിനാൽ ഉടൻ ശവസംസ്കാരം നടക്കുമെന്ന് അറിയുമ്പോൾ അവളുടെ സേവനത്തിന് നന്ദി പറയുന്ന രീതിയിൽ എല്ലാ ചെലവും താൻ വഹിക്കാമെന്ന് സൂഹുൻ പറയുന്നു. ഇത് കേട്ട മകനായ സേയൂൻ കോപത്തോടെ ഭക്ഷണമേശ വിട്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ലീ കാങ് മുന്നോട് പങ്കുവയ്ക്കുന്നു. കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ വീണ്ടും ഹോട്ടലിൽ പോകാൻ മുന്നോ ക്യാങ്ങിനോട് ആവശ്യപ്പെടുന്നു. മുന്നോ സേയുനെ രഹസ്യമായി പിന്തുടർന്ന് അവൻ എന്താണ് അറിയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ലീ കാങ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി മുന്നോയ്ക്ക് കാണിക്കുന്നു. അതിലൂടെ സൂഹുവിൻ്റെയും മിൻഹുയുടെയും ബന്ധം അന്വേഷിക്കാൻ ഹോട്ടലിൽ എത്തിയിരുന്നത് സേയൂൺ തന്നെയാണെന്ന് തെളിയുന്നു. സേയൂൻ്റെ ജീവിതം കണ്ടപ്പോൾ ഇനി അവനോട് അസൂയ തോന്നുന്നില്ലെന്നും മറിച്ച് സഹതാപം മാത്രമാണെന്നും ക്യാങ് പറയുന്നു. സേയൂൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും സത്യം കണ്ടെത്താൻ അന്വേഷണം തുടരാൻ പ്രൊഫസർ മുന്നോ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ലീ കാങ് സേയൂൻ്റെ സഹോദരി ജിയോഹുവും വീട്ടിലേക്ക് മടങ്ങി വരികയാണെന്നും സേയൂൻ എല്ലാ കാര്യങ്ങളും അവളോടാണ് പങ്കുവയ്ക്കുന്നതെന്നും പറയുന്നു. അതേസമയം കിം കുടുംബ വീട്ടിലെത്തിയ ജിയോ ഹോങ്ങുവിനോട് ലീ കാങ് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. സൂഹുൻ മിൻഹുയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നുവെന്ന് അറിഞ്ഞ ജിൻഹോ ഞെട്ടുന്നു. സേയൂൺ സഹോദരിയുമായി സ്വകാര്യമായി സംസാരിക്കാൻ പോകുമ്പോൾ ലീ കാങ് രഹസ്യമായി അവരുടെ പിന്നാലെ പോകുന്നു. അവിടെ അച്ഛൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ചും മിൻഹുയുടെ കൊലപാതകത്തിൽ സൂഹുവിൻ്റെ പങ്കിനെക്കുറിച്ചും ഇരുവരും സംസാരിക്കുന്നത് കാങ് കേൾക്കുന്നു. ഈ സത്യം അമ്മയായ യൂൻജുവിനോട് പറയണമെന്ന് അവർ ആലോചിക്കുന്നു. എന്നാൽ മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മ വീണ്ടും അങ്ങനെ ചെയ്യുമോ എന്ന ഭയത്തിൽ സേയൂൺ മടിക്കുന്നു. അതേസമയം മിൻഹുയുടെ കൊലപാതകത്തിന് പിന്നിൽ കാങ് തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണെന്നും സേയൂൺ പറയുന്നു. യൂൻജു ക്യാങ്ങിനോട് സൂഹുവിൻ്റെ ജന്മദിന കേക്ക് അലങ്കരിക്കാൻ സഹായം ചോദിക്കുന്നു. ഇതിനിടെ വീണ്ടും ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ശ്രമിച്ച ക്യാങ് അപകടം നടന്ന രാത്രിയിൽ സൂഹുവിനെ ആശുപത്രിയിൽ വരെ പിന്തുടർന്ന കാര്യം സേയൂൺ പറയുന്നത് കേൾക്കുന്നു. ഈ വിവാദം പുറത്തായാൽ അച്ഛൻ്റെ പ്രശസ്തി മാത്രമല്ല എഴുത്തുകാരിയായ തൻ്റെ കരിയറും തകരുമെന്ന് ഭയന്ന ജിയോങ്ഹു ഈ രഹസ്യം ഒരിക്കലും പുറത്തു പറയരുതെന്ന് സഹോദരനായ സേയൂനെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ സേയൂൻ ഭയത്തിലും വിഷാദത്തിലുമാണെന്ന് ക്യാങ് പ്രൊഫസറായ മുന്നോട് പറയുന്നു. ഹോട്ടലിൽ സേയൂൻ എന്താണ് കണ്ടത്, ആശുപത്രിയിൽ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾ ഇരുവരെയും അലട്ടുന്നു. സൂഹുവിൻ്റെ അവിഹിത ബന്ധം യൂൻജുവിനോട് തുറന്നു പറയണമെന്ന് ലീ കാങ് നിർദ്ദേശിക്കുന്നു. എന്നാൽ യൂൻജുവിൻ്റെ ജീവന് അപകടമുണ്ടാക്കുമെന്ന ഭയത്തിൽ മുന്നോ അത് ശക്തമായി എതിർക്കുന്നു. ലീ കാങ് മുന്നോ യൂൻജുവിനെ ഇത്രയധികം സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചെങ്കിലും മുന്നോ മറുപടി നൽകുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ യൂൻജുവിനെ പോലൊരു സ്ത്രീയെ മുന്നോ കാണുന്നു. അവളെ പിന്തുടർന്ന് ഒരു ആർട്ട് ഗാലറിയിലെത്തിയ മുന്നോ അവിടെ യൂൻജു സൂഹുവിനൊപ്പം സന്തോഷത്തോടെ സംസാരിക്കുന്നത് കാണുന്നു. നിരാശനായി മടങ്ങുന്ന മുന്നോ യൂൻജുവിനെ എങ്ങനെ രക്ഷിക്കാമെന്ന ചിന്തയിൽ ആ രാത്രി ഉറങ്ങാനാകാതെ കിടക്കുന്നു. അന്ന് രാത്രി മുന്നോയുടെ ഭാര്യ ഹ്യൂൻസുക് അവനൊപ്പം വൈൻ കുടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലീ കാങ്ങിനെ കുറിച്ചോ അന്വേഷണത്തെക്കുറിച്ചോ ഒന്നും പറയാൻ മുന്നോ തയ്യാറാകുന്നില്ല. അപ്പോൾ ലീ കാങ് അയച്ചൊരു ഫോട്ടോ സംഭാഷണം തടസ്സപ്പെടുത്തുന്നു. ലീ കാങ്ങിനെ വിളിച്ച മുന്നോ അന്നേ ദിവസം സുഹുവിന് ഒരു രഹസ്യകത്ത് ലഭിച്ചുവെന്ന് അറിയുന്നു. ഫ്ലാഷ് ബാക്കിൽ സൂഹുൻ തൻ്റെ ഓഫീസിൽ ആ കത്ത് കീറി നശിപ്പിക്കുന്നത് ലീ കാങ് കാണുന്നു. സൂഹുൻ പോയ ശേഷം കീറിയ കഷണങ്ങൾ ചേർത്ത് വായിച്ച കാങ് ഞെട്ടിപ്പോകുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആരോ സൂഹുവിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ആ കത്തിൽ വ്യക്തമാകുന്നു. ഇത് കേട്ട മുന്നോ സൂഹുവിൻ്റെ കുറ്റം തെളിയിക്കുന്ന നിർണായക തെളിവ് ഹോട്ടലിലുണ്ടെന്ന് ഉറപ്പിക്കുന്നു. സേയൂൻ അന്ന് രാത്രി ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നുവെന്ന് ലീ കാങ്ങിനെ അറിയിക്കുകയും അവനെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മുന്നോ വീട്ടിലെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ ലീ കാങ് അവൻ്റെ വീട്ടിലെത്തുന്നു. സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൻ മുന്നോയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. താൻ പിന്തുടർന്നത് സേയൂനെ അല്ല,
യൂൻജുവിനെ ആയിരുന്നു എന്നാണ് ക്യാങ് വെളിപ്പെടുത്തുന്നത്. മുറയ്ക്ക് പുറത്തു നിന്ന് യൂൻജു എന്ന പേര് കേട്ട ഹ്യൂൻസുക് കൂടുതൽ സംശയത്തിലാകുന്നു. സൂഹുവിൻ്റെ എല്ലാ രഹസ്യങ്ങളും യൂൻജുൻ, അതായത് സൂഹിൻ്റെ ഭാര്യയായ യൂൻജുവിനെ അറിയാമെന്ന സത്യം തിരിച്ചറിഞ്ഞ മുന്നോ ഞെട്ടലോടെയാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. എപ്പിസോഡ് 5 ആരംഭിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയാണ്. സേയൂനിനെ പിന്തുടർന്ന് ലീ ക്യാങ് ഒടുവിൽ കണ്ടുമുട്ടുന്നത് യൂൻജുവിനെയാണ്. മീൻഹൂയിയുടെ അപകടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൂടുതൽ അന്വേഷിക്കരുതെന്ന് യൂൻജു മുന്നറിയിപ്പ് നൽകുന്നു. പിന്നീട് ലീ ക്യാങ് തൻ്റെ പ്രൊഫസറിനോട് പറയുന്നു യൂൻജു തന്നോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു എന്ന്. മുന്നോ ആകാംക്ഷയുടെ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ക്യാങ്ങിന് അച്ഛൻ കഴിയുന്ന നഴ്സിംഗ് ഹോമിൽ നിന്ന് അടിയന്തര ഫോൺ വരുന്നത്. ക്യാങ് ഉടൻ അവിടേക്ക് പോകുന്നു. കഥയുടെ ബാക്കി കേൾക്കാൻ കഴിയാതെ മുന്നോ നിരാശനാകുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ മുന്നോയ്ക്ക് പഠിപ്പിക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ കഴിയുന്നില്ല. ക്യാങ്ങിനെ പലതവണ വിളിച്ചിട്ടും മറുപടി ലഭിക്കില്ല. ഒടുവിൽ ലീ ക്യാങ് വിളിച്ച് അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാട്ടിലാണെന്ന് പറയുന്നു. എന്നാൽ മുന്നോയ്ക്ക് അച്ഛൻ്റെ കാര്യം കേൾക്കുന്നതിലും കൂടുതൽ താല്പര്യം കഥയുടെ തുടർച്ചയിലാണ്. ഉടൻ അടുത്ത ഭാഗം എഴുതി അയക്കാൻ അദ്ദേഹം ലീ ക്യാങ്ങിനോട് ആവശ്യപ്പെടുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ലീ ക്യാങ് കഥയുടെ ആദ്യ ഭാഗം അയക്കുന്നു. അത് വായിച്ച മുന്നോ ക്ലാസ് പോലും ഉപേക്ഷിച്ച് ഓഫീസിലേക്ക് ഓടുന്നു. കഥയിൽ യുൻജു ഏറെ നാളായി ഭർത്താവ് സൂഹുൻ മിൻഹൂയിയുമായി ബന്ധത്തിലാണെന്ന് അറിഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. സ്വന്തം വീട്ടിൽ ഇരുവരുടെയും അടുപ്പം കണ്ടതും മിൻഹൂയിയുടെ ബാഗിൽ ഗർഭപരിശോധനാ കിറ്റ് കണ്ടെത്തിയതും വീട്ടുജോലിക്കാരിയുടെ ബാഗിൽ സ്വന്തം സ്കാർഫ് കണ്ടതുമെല്ലാം യുൻജുയെ മാനസികമായി തകർത്തിരുന്നു. മിൻഹൂയിയെ ഭീഷണിപ്പെടുത്താൻ യുൻജു സ്വകാര്യമായി കണ്ടുമുട്ടുന്നു. എന്നാൽ അവിടെ മിൻഹൂയി ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. സൂഹുൻ തൻ്റെ കാമുകനല്ല, മറിച്ച് ഒരു കള്ളനാണ്. അടുത്ത ഭാഗത്തിൽ മിൻഹൂയിയുടെ മരിച്ച സഹോദരി എഴുതിയ നോവൽ പ്രസിദ്ധീകരിക്കാനായി സൂഹൂനിന് വായിക്കാൻ നൽകിയിരുന്നുവെന്ന് വെളിപ്പെടുന്നു. എന്നാൽ സൂഹൂൻ ആ കൈയെഴുത്തു പ്രതി തിരികെ നൽകാതെ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചു. ആ മോഷണം പുറത്തു കൊണ്ടുവരുമെന്ന ഭീഷണിയിലൂടെയാണ് മിൻഹൂയി സൂഹൂനിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഇത് വായിച്ച മുന്നോ സുഹുൻ പ്രശസ്തനായ എഴുത്തുകാരനല്ല, മറ്റൊരാളുടെ സൃഷ്ടി മോഷ്ടിച്ച തട്ടിപ്പുകാരനാണെന്ന് ഉറപ്പിക്കുന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം കൂടുതൽ ഉറച്ച തീരുമാനമെടുക്കുന്നു. കഥയുടെ തുടർഭാഗത്തിൽ യുൻജു മിൻഹൂയിക്ക് വലിയ തുക നൽകി ആ നോവൽ വാങ്ങിയതായും അതിലൂടെ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതായും പറയുന്നു. എന്നാൽ മിൻഹൂയിയുടെ മരണത്തിനു ശേഷം സൂഹുനിനെ സംശയിച്ച യുൻജു സ്വന്തം അന്വേഷണം ആരംഭിക്കുന്നു. മിൻഹൂയിയുടെ മകളെ അനാഥാലയത്തിൽ സന്ദർശിച്ച യുൻജു മിൻഹൂയി സൂക്ഷിച്ചിരുന്ന ഒരു ഫ്ലാഷ് ഡ്രൈവ് കണ്ടെത്തുന്നു. അതിൽ സൂഹൂനിനെതിരെ തെളിവുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ ആ തെളിവുകൾ യുൻജു തന്നെ നശിപ്പിക്കുന്നു. സൂഹുവിനെ പോലെ താനും ഒരു അവസരവാദിയാണെന്ന് അവൾ ലീ ക്യാങ്ങിനോട് സമ്മതിക്കുന്നു. ഇത് വായിച്ച പ്രൊഫസർ മുന്നോ യൂൻജുവിനോടും നിരാശപ്പെടുന്നു. അതേസമയം പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വയറുവേദന അനുഭവപ്പെട്ട ഭാര്യ ഹ്യൂൻസൂക്കിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം വിശ്രമിക്കാൻ പറഞ്ഞിട്ട് മുന്നോ ചടങ്ങിലേക്ക് പോകുന്നു. അവിടെ സൂഹുനും യൂൻജുവും എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞ് അദ്ദേഹം നിരാശനാകുന്നു. അതേസമയം ഹ്യൂൻസൂക്ക് ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. കഥയുടെ അവസാന ഭാഗത്തിനായ സേയുൻ അപകട ദിവസം ആശുപത്രി വരെ പിന്തുടർന്നിരുന്നുവെന്ന് വെളിപ്പെടുന്നു. ആദ്യം മിൻഹൂയി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതായും ആശുപത്രിയിൽ നിന്ന് സൂഹുൻ പുറത്തു പോകുന്നത് കണ്ട ശേഷം അച്ഛനാണ് കൊലപാതകം നടത്തിയതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും സേയുൻ പറയുന്നു. തെളിവുകൾ കണ്ടെത്താൻ യുൻജു ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിപ്പിച്ചെങ്കിലും ഒന്നും ലഭിക്കുന്നില്ല. ഇതോടെ അവൾ പൂർണ്ണമായും നിരാശയിലാകുന്നു. കഥ വായിച്ച മുന്നോ ഇനി സത്യം പുറത്തു കൊണ്ടുവരാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. അദ്ദേഹം ലീ ക്യാങ്ങിനെ വിളിച്ച് മിൻഹൂയിയുടെ കൊലപാതകം നേരിൽ കണ്ട സാക്ഷിയാണെന്ന് കള്ളം പറയാൻ ആവശ്യപ്പെടുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കഥയ്ക്ക് താൻ ആഗ്രഹിക്കുന്ന അവസാനം നൽകണമെന്ന് മുന്നോ ലീ ക്യാങ്ങിനോട് പറയുന്നു. ഈ എപ്പിസോഡിൻ്റെ അവസാനം മുന്നോ ഒരു പ്രൊഫസറോ വായനക്കാരനോ മാത്രമല്ല, കഥയുടെ അവസാനവും യാഥാർത്ഥ്യവും സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റാൻ തയ്യാറായ ഒരാളായി മാറുകയാണ്. സത്യത്തിനായുള്ള അന്വേഷണം ഇനി കൂടുതൽ അപകടകരമായ വഴിയിലേക്കാണ് കടക്കുന്നത്. 6ാം എപ്പിസോഡ് ആരംഭിക്കുന്നത് ലീ ക്യാങ് തൻ്റെ കഥയിൽ സൂഹൂനിനെ കുറ്റക്കാരനാക്കാൻ കള്ളം പറയാൻ ആവശ്യപ്പെട്ടത് മുന്നോ ആണെന്ന് ആരോപിക്കുന്നതോടെയാണ്. മിൻഹൂയിക്ക് നീതി ലഭിക്കാനും സൂഹൂനിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാനുമാണ് താൻ അങ്ങനെ നിർദ്ദേശിച്ചതെന്ന് മുന്നോ പറയുന്നു. എന്നാൽ ലീ ക്യാങ് അത് നിരസിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ താങ്ങാനാവാത്ത അവസ്ഥയിലാണെന്നും ഇനി ഈ കഥ എഴുതാൻ തനിക്ക് കഴിയില്ലെന്നും അവൻ പറയുന്നു. ഈ കഥയുടെ യഥാർത്ഥ എഴുത്തുകാരൻ നിങ്ങളാണ്, ഇനി നിങ്ങൾ തന്നെ ഇത് പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞ് ലീ ക്യാങ് എഴുത്തിൽ നിന്ന് പിന്മാറുന്നു.
ഇത് മുന്നോയെ മാനസികമായി തകർക്കുന്നു. സൂഹുൻ തൻ്റെ എഴുത്തിനെ അപമാനിച്ച നിമിഷങ്ങൾ ഓർത്തെടുത്ത് മുന്നോ പ്രതികാരമായി സൂഹുൻ മിൻഹുയെ കൊലപ്പെടുത്തിയെന്ന കഥ എഴുതി തുടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ശേഷം ഈ കഥ തന്നെയാകും തൻ്റെ രണ്ടാമത്തെ നോവലെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. രാവിലെ ലീ കാങ് മുന്നോയെ വിളിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നു. ഇതിൽ ലീ കാങ് സൂഹുൻ തൻ്റെ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിനാൽ യൂൻഷുവിനെയും സേയൂനിനെയും കൊല്ലാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഒരു ഫ്ലാഷ് ബാക്കിൽ സേയുൻ ക്യാങ്ങിനെ വിളിച്ച് സൂഹുൻ ഞങ്ങളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് ഭയന്ന് പറയുന്നതും കാണിക്കുന്നു. സുഹൃത്തിൻ്റെയും യുൻജുവിൻ്റെയും ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് താൻ സിയോളിലേക്ക് മടങ്ങുമ്പോൾ മുന്നോ അവരെ രക്ഷിക്കണമെന്ന് ലീ കാങ് അപേക്ഷിക്കുന്നു. ഭയന്ന മുന്നോ അതിവേഗത്തിൽ സൂഹുനിൻ്റെ വീട്ടിലേക്ക് കാർ ഓടിക്കുന്നു. പോലീസുകാർ പിന്നാലെ വരാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം വേഗം കൂട്ടുകയും ചെയ്യുന്നു. വീട്ടിലെത്തുമ്പോൾ അഗ്നിശമന സേനയും ആംബുലൻസും ഇതിനകം എത്തിയിട്ടുണ്ട്. മുന്നോ കരഞ്ഞുകൊണ്ട് സൂഹുൻ ഒരു കൊലയാളിയാണ് എന്ന് നിലവിളിക്കുകയും വാതിൽ തകർത്ത് അകത്ത് കയറാൻ അഗ്നിശമന സേനയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ട്വിസ്റ്റായിട്ട് സൂഹുനും യുൻജുവും തൻ്റെ മകനായ സേയുനും അവർ പുറത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അവരെ ജീവനോടെ കണ്ട മുന്നോ അമ്പരന്നു പോകുന്നു. എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ അദ്ദേഹം തളർന്നു നിൽക്കുന്നു. തിരികെ പോകുമ്പോൾ ലീ കാങ്ങിനെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ ലഭിക്കുന്നില്ല. പിന്നീട് സ്വന്തം അപ്പാർട്ട്മെൻറ്റിന് സമീപം ലീ കാങ്ങിനെ കാണുന്നു. പിന്നാലെ ഓടിയെങ്കിലും കാങ് രക്ഷപ്പെടുന്നു. വീട്ടിലെത്തിയ മുന്നോയെ കാത്തിരുന്നത് മറ്റൊരു വലിയ ആഘാതമാണ്. വീട്ടിലെ മേശപ്പുറത്ത് 2 വൈൻ ഗ്ലാസുകൾ കണ്ട മുന്നോ ഭാര്യ ഹ്യൂൻസുക് തൻ്റെ വിദ്യാർത്ഥിയായ ലീ കാങ്ങുമായി ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ലീ കാങ്ങും ഹ്യൂൻസുക്കും തമ്മിലുള്ള അടുപ്പം മനസ്സിൽ ചിത്രീകരിച്ച് മുന്നോ തകർന്നു പോകുന്നു. ഹ്യൂൻസുക്ക് ഈ ടൈം പറയുന്നുണ്ട്, നിങ്ങൾ യുൻജുവിനോടുള്ള ഭ്രാന്തമായ ആകർഷണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാനും ലീ കാങ്ങും പരസ്പരം അടുത്തു. മുന്നോ യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളായി മാറിയെന്ന് ലീ കാങ്ങും താനും സംസാരിച്ചുവെന്ന് അവൾ പറയുന്നു. മുന്നോയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും തയ്യാറാകാതെ ഹ്യൂൻസുക് വിവാഹ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടുപോകുന്നു. അതേസമയം ഹ്യൂങ്ജോങ് മുന്നോയെ വിളിക്കുന്നു. കോളേജ് ഫോറത്തിൽ കാങ് അദ്ദേഹത്തിനെതിരെ ഔദ്യോഗിക പരാതി നൽകിയെന്ന് അറിയിക്കുന്നു. പരാതിയിൽ ലീ കാങ് ആരോപിക്കുന്നത് സൂഹുനിനെ അപകീർത്തിപ്പെടുത്താൻ കള്ളക്കഥ എഴുതാൻ മുന്നോ തന്നെ നിർബന്ധിച്ചു. മാത്രവുമല്ല, ആ കഥ സ്വന്തം നോവലായി പ്രസിദ്ധീകരിക്കാനായിരുന്നു മുന്നോയുടെ ഉദ്ദേശം. കോഡിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മോഷ്ടിച്ചതിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് മുന്നോ ഓഫീസിലേക്ക് ഓടിച്ചെന്ന് കൈയെഴുത്ത് പ്രതി അന്വേഷിക്കുന്നു. എന്നാൽ അത് കാണാനില്ല. ലീ കാങ്ങിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഫോൺ ഓഫായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം മുന്നയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും പ്രചരിക്കുന്നു. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. സർവകലാശാല ശാസന നടപടി ആരംഭിക്കുന്നു. സൂഹുൻ അപകീർത്തി കേസും ഫയൽ ചെയ്യുന്നു. തെളിവുകളൊന്നുമില്ലാത്തതിനാൽ അന്വേഷണ സമിതി മുന്നോയുടെ വാദങ്ങൾ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാണ് കാങ് ഇതെല്ലാം ചെയ്തതെന്ന് മുന്നോയ്ക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലീ കാങ് മുന്നോയ്ക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. അതിലുണ്ടായിരുന്ന പുതിയ കഥയിലൂടെയാണ് യഥാർത്ഥ കാരണം വെളിപ്പെടുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് മുന്നോയും ഹ്യൂൻസുക്കും ഒരു അനാഥാലയം സന്ദർശിച്ചിരുന്നു. അവിടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു ചെറിയ കുട്ടിയായിരുന്നു ലീ കാങ്. അന്ന് മുന്നോ പറഞ്ഞ പ്രോത്സാഹന വാക്കുകൾ കാങ്ങിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. അദ്ദേഹത്തെ സ്വന്തം ഗുരുവായി കാങ് കാണാൻ തുടങ്ങി. മുന്നോയ്ക്ക് കത്തുകൾ എഴുതാൻ ഹ്യൂൻസുക്കിനോട് വിലാസവും ചോദിച്ചു. പക്ഷേ പിന്നീട് ലീ കാങ് ഒരു ഞെട്ടിക്കുന്ന സംഭാഷണം കേൾക്കുന്നു. മുന്നോ ഹ്യൂൻസുക്കിനോട് പറയുന്നതായാണ് അത് കാണുന്നത്. ലീ കാങ്ങിൻ്റെ കഥ വളരെ വിരസമാണ്. അവനെ ആശ്വസിപ്പിക്കുന്നത് അടുത്ത നോവലിനായി ഒരു നല്ല കഥ കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. ഇത് കേട്ട് കാങ്ങിൻ്റെ ഹൃദയം തകരുന്നു. ആ നിമിഷം മുതൽ മുന്നോയുടെ ജീവിതം നശിപ്പിക്കുമെന്ന് അവൻ തീരുമാനിക്കുന്നു. കഠിനാധ്വാനം ചെയ്ത് യോൺസോ സർവകലാശാലയിൽ പ്രവേശനം നേടുകയും മുന്നോയുടെ അടുത്ത് മനഃപൂർവ്വം എത്തുകയും ചെയ്യുന്നു. പിന്നീട് സേയുനുൻ്റെയും കൂട്ടുകാരുടെയും സംഭാഷണത്തിലൂടെ മുന്നോയ്ക്ക് യുൻജുവിനോടുള്ള ആകർഷണവും സൂഹുനുമായുള്ള സൗഹൃദവും മനസ്സിലാക്കുന്നു. ഇമെയിലിൻ്റെ അവസാനം കാങ് സമ്മതിക്കുന്നു. മീൻഹുയി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവളെ ഉൾപ്പെടെ മുഴുവൻ കഥയും താൻ കെട്ടിച്ചമച്ചതാണെന്നും മുന്നോയെ കുടുക്കാനും ആകാംക്ഷയോടെ പിന്തുടരാൻ നിർബന്ധിക്കാനുമാണ് ഇതെല്ലാം ചെയ്തതെന്നും അവൻ വെളിപ്പെടുത്തുന്നു. കാങ്ങിൻ്റെ കഥയിൽ മുഴുകി യാഥാർത്ഥ്യവും സങ്കല്പവും വേർതിരിക്കാനാവാതെ സ്വന്തം ജീവിതം നശിപ്പിച്ചെന്ന് മുന്നോ തിരിച്ചറിയുന്നു. ഇമെയിലിൻ്റെ അവസാനം ലീ കാങ് ചോദിക്കുന്നു, നിങ്ങളെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു നല്ല കഥ എഴുതാൻ എനിക്ക് കഴിഞ്ഞോ? അവസാന രംഗത്തിൽ ഒരു ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന മുന്നയെ ലീ കാങ് സന്ദർശിക്കുന്നു. അപ്പോഴും മുന്നോ പുതിയൊരു കഥ എഴുതാൻ ശ്രമിക്കുകയാണ്. പരിഹാസഭാവത്തിൽ ലീ കാങ് പറയുന്നു, സാർ, വീണ്ടും നമ്മുടെ ക്ലാസ് തുടങ്ങാമോ? എനിക്ക് ഇനി ഒരു കഥ കൂടി എഴുതണം. ഇതാണ് നോട്ട്സ് ഫ്രം ദ ലാസ്റ്റ് റോ എന്ന K ഡ്രാമയുടെ അവസാന ഭാഗം.